ചൈനയുമായുള്ള കരുത്തുറ്റ ബന്ധം നിർണായകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മേഖലയിലെ സമാധാനത്തിലും പുരോഗതിയിലും ചൈനയുമായുള്ള ബന്ധം പോസിറ്റീവായി പ്രതിഫലിക്കുമെന്നും ആഗോള സാമ്പത്തിക സുസ്ഥിരത കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പരസ്പര ബഹുമാനം, പരസ്പര താൽപര്യം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള നയതന്ത്രപരവും ദീർഘകാല വീക്ഷണത്തോടു കൂടിയതുമായ ഉഭയകക്ഷി ബന്ധങ്ങൾക്കായി മുന്നോട്ട് വരാൻ ഇന്ത്യ തയ്യാറാണെന്നും പ്രധാനമന്ത്രി തന്റെ ജപ്പാൻ സന്ദർശനത്തിനിടെ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തെ ഇന്ത്യയും ജപ്പാനും സംയുക്തമായി അപലപിച്ചു. ഭീകരാക്രമണം ആസൂത്രണം ചെയ്തവരും നടപ്പിലാക്കിയവരും സാമ്പത്തിക സഹായം നൽകിയവരും ഉൾപ്പെടെ ഉള്ളവരെ നിയമത്തിന് മുന്നിൽ ഒട്ടും വൈകാതെ എത്തിക്കണമെന്ന് ഇരു രാജ്യങ്ങളും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയത്. ഐക്യരാഷ്ട്രസഭ പട്ടികപ്പെടുത്തിയിട്ടുള്ള ലഷ്കർ-ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകൾക്കെതിരെ ശക്തമായ നടപടികൾ വേണമെന്നും ഇരു രാജ്യങ്ങളും ആവശ്യപ്പെട്ടു. സ്വതന്ത്രവും തുറന്നതും സമാധാനപരവും സമൃദ്ധവും നിയമാധിഷ്ഠിതവുമായ ഒരു ഇന്തോ പസഫിക് മേഖലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇന്ത്യയും ജപ്പാനും പ്രതിജ്ഞാബദ്ധരാണ്. തീവ്രവാദം, സൈബർ സുരക്ഷ എന്നീ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും സമാനമായ ആശങ്കകളാണ് പങ്കുവയ്ക്കുന്നത്. പ്രതിരോധ മേഖലയിലടക്കം ഇന്ത്യയും ജപ്പാനും ബന്ധം കൂടുതൽ കരുത്തുറ്റതാക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ജപ്പാൻ പ്രധാനമന്ത്രിയുമായി വളരെ ഫലപ്രദമായ ചർച്ചകളാണ് നടന്നത് എന്നും അടുത്ത 10 വർഷത്തിനിടെ 10 ട്രില്യൺ യെൻ നിക്ഷേപം ഇന്ത്യയിൽ നടത്തുക എന്നതാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമാക്കുന്നത് എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. 10 വർഷത്തെ ഇന്ത്യ ജപ്പാൻ റോഡ് മാപ്പിൽ നിക്ഷേപം, സാമ്പത്തിക സുരക്ഷ, പരിസ്ഥിതി, സാങ്കേതികത, ആരോഗ്യം എന്നീ മേഖലയിലാണ് ശ്രദ്ധയൂന്നുന്നത് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 2 ദിവസത്തെ സന്ദർശനത്തിനാണ് പ്രധാനമന്ത്രി ടോക്കിയോയിൽ എത്തിയത്. ജപ്പാൻ പ്രധാനമന്ത്രിക്കൊപ്പം മോദി ബുള്ളറ്റ് ട്രെയിൻ യാത്ര നടത്തി. ജപ്പാൻ നിർമ്മിക്കുന്ന E10 ഷിൻകാൻസെൻ ബുള്ളറ്റ് ട്രെയിൻ പ്രോട്ടോടൈപ്പ് നിർമ്മാണ ഫാക്ടറികളടക്കം പ്രധാനമന്ത്രി സന്ദർശിക്കും. ഈ ട്രെയിൻ ഇന്ത്യ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതാണ്. പ്രതിരോധം, വ്യവസായം, ടെക്നോളജി അടക്കമുള്ളവയിൽ ഇരു രാജ്യങ്ങളും വിവിധ കരാറുകളിൽ ഒപ്പിടും. ചാന്ദ്രയാൻ 5 ദൗത്യവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ജപ്പാനും കരാറിൽ ഒപ്പിട്ടു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പര്യവേഷണം നടത്താനുള്ള സംയുക്ത ശ്രമങ്ങൾക്ക് വേണ്ടിയുള്ള കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത്. ഇതിനായി ഇസ്രോയും ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയും കൈകോർക്കും. ജപ്പാൻ സന്ദർശനം ഇന്ന് പൂർത്തിയാക്കി പ്രധാനമന്ത്രി ചൈനയിലേക്ക് തിരിക്കും. 31, 1 എന്നീ തീയതികളിൽ ടിയാൻജിനിൽ നടക്കുന്ന ഷാങ്ഹായ് കോർപ്പറേഷന്റെ ഓർഗനൈസേഷന്റെ വാർഷിക സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും.